നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക പ്ലാന്റിൽ കഴിഞ്ഞ മാർച്ചിലാണ് ഇറാൻ ഒരു ആക്രമണം നടത്തിയത്. അന്ന് ആക്രമണം നിരവധി ആളുകളുടെ ജീവിതോപാധിയെയാണ് ബാധിച്ചത്. മാത്രമല്ല ഖത്തറിനെ മുഴുവനായി പിടിച്ചുലയ്ക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഖത്തറിനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ആ പ്ലാന്റിൽ വൻ സ്ഫോടനം നടക്കുകയാണ്. ഇറാൻ ആക്രമണത്തിന് പിന്നാലെ അടച്ചിട്ട പ്ലാന്റിൽ പ്രവർത്തനം പുനരാരംഭിക്കാൻ തൊഴിലാളികൾ ശ്രമിക്കുന്നതിനിടയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. അപകടത്തിൽ 54 പേർക്ക് പരിക്കേൽക്കുകയും 18 പേരെ കാണാതാവുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. സ്ഫോടനം കഴിഞ്ഞ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇവരെ കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. റാസ് ലഫാൻ വ്യാവസായിക മേഖലയിലെ പ്രധാന പ്രകൃതിവാതക പ്ലാന്റിലാണ് വൻ സ്ഫോടനം നടന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഉൽപാദകരിൽ ഒന്നായി ഖത്തർ തുടരുന്ന സാഹചര്യത്തിൽ ആഗോള ഊർജ്ജ വിപണിയെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയേക്കും. ലോകത്തിലെ ഏറ്റവും വലിയ LNG പ്ലാന്റിലാണ് സ്ഫോടനം എന്നത് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണം കടുപ്പിച്ചതോടുകൂടി ഇന്ധനം എത്തിക്കാൻ കഴിയാതെ ഖത്തറിൽ ഉൽപാദനം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയതോടുകൂടി ഹോർമൂസിലെ നിയന്ത്രണങ്ങളിൽ ഇറാൻ ഇളവ് വരുത്തിയിരുന്നു. ഇതേ തുടർന്നാണ് പ്ലാന്റിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ശ്രമം തുടങ്ങിയത്. ഇതിനിടയിലാണ് സ്ഫോടനവും നടന്നത്. ബാർസാൻ ഗ്യാസ് സപ്ലൈ ഫെസിലിറ്റിയിൽ നടന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായതെന്ന് ഖത്തർ ഏജൻസി അറിയിച്ചു. അപകടത്തിൽ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമല്ല. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. അപകടത്തിന് പിന്നാലെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ കുറച്ചാളുകൾക്ക് മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ എന്നായിരുന്നു വിശദീകരണം. എന്നാൽ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിലാണ് പരിക്കേറ്റവരുടെയും കാണാതായവരുടെയും വിവരങ്ങൾ പുറത്തുവരുന്നതും അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാകുന്നതും. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക കയറ്റുമതി രാജ്യങ്ങളിലൊന്നായ ഖത്തറിൽ നിന്നുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള സമൂഹത്തെ ഒന്നടങ്കം തന്നെയാണ് ഞെട്ടിച്ചിരിക്കുന്നത്. രാജ്യത്തെ പ്രമുഖ പ്രകൃതിവാതക പ്ലാന്റിലുണ്ടായ വൻ സ്ഫോടനവും അതിനെ തുടർന്നുണ്ടായ തീപിടുത്തവും വലിയ തോതിലുള്ള ആശങ്കകൾക്ക് തന്നെയാണ് വഴി തുറന്നിരിക്കുന്നത്. നൂതന സുരക്ഷാ സംവിധാനങ്ങളുള്ള ഖത്തറിലെ ഒരു പ്രധാന ഊർജ്ജ നിലയത്തിൽ ഇത്തരമൊരു ദുരന്തം സംഭവിച്ചത് മിഡിൽ ഈസ്റ്റിലെ വ്യാവസായിക സുരക്ഷയെക്കുറിച്ചും ആഗോള ഊർജ്ജ വിപണിയുടെ സ്ഥിരതയെക്കുറിച്ചും പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ദുരിതത്തിന്റെ വ്യാപ്തിയും അടിയന്തര രക്ഷാപ്രവർത്തനം ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം പ്ലാന്റിലുണ്ടായ ശക്തമായ പൊട്ടിത്തെറിയിൽ 54 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും 18 ജീവനക്കാരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ പ്ലാന്റിലെ പ്രധാന കെട്ടിടങ്ങൾക്കും വാതക സംരക്ഷണങ്ങൾക്കും കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അപകടം നടന്ന ഉടൻ തന്നെ ഖത്തർ സിവിൽ ഡിഫൻസും സുരക്ഷാ സേനയും സംയുക്തമായ അതീവ ജാഗ്രതയോടുകൂടി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. തീപിടുത്തം നിയന്ത്രണവിധേയമാകാനും വിഷലിപ്തമായ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പടരുന്നത് തടയാനും വിദഗ്ധ സംഘങ്ങൾ അഹോരാത്രം പരിശ്രമിക്കുന്നുണ്ട്. പരിക്കേറ്റവരെ ദോഹയിലെയും പരിസര പ്രദേശങ്ങളിലെയും അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്ന 18 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും അതീവ സങ്കീർണമായി തുടരുകയാണ്. പ്രവാസി സമൂഹത്തിന്റെ ആശങ്കകൾ ഖത്തറിലെ എണ്ണ വാതക മേഖലകളിൽ ജോലി ചെയ്യുന്നവരിൽ വലിയൊരു പങ്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി തൊഴിലാളികളാണ്. അതിനാൽ തന്നെ ഈ ദുരന്തം പ്രവാസി കുടുംബങ്ങളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ടവരുടെയും കാണാതായവരുടെയും കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടാൻ കമ്പനികളും ഖത്തർ ആഭ്യന്തര മന്ത്രാലയവും നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പരിക്കേറ്റവർക്ക് മികച്ച സൗജന്യ ചികിത്സ ഉറപ്പാക്കുമെന്നും പ്രവാസി തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുമെന്നും ഖത്തർ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ആഗോള ഊർജ്ജ വിപണിയിലെ പ്രത്യാഘാതങ്ങൾ ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളും ഏഷ്യൻ ശക്തികളും തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി പ്രധാനമായും ആശ്രയിക്കുന്നത് ഖത്തറിൽ നിന്നുള്ള ഈ LNG ഇറക്കുമതിയെ തന്നെയാണ്. ഈ അപകടത്തെ തുടർന്ന് പ്ലാന്റിലെ ഉൽപാദനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയുമാണ്. ഇത് ആഗോള വിപണിയിൽ പ്രകൃതിവാതകത്തിന്റെ ലഭ്യത കുറയുന്നതിനും വില കുത്തനെ ഉയരുന്നതിനും കാരണമായേക്കാം. റഷ്യൻ-യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഇതിനോടകം തന്നെ പ്രതിസന്ധിയിലായ അന്താരാഷ്ട്ര ഊർജ്ജ വിപണിക്ക് ഈ അപകടം വലിയൊരു പ്രഹരമാണ് ഏൽപ്പിക്കുന്നത്. എങ്കിലും മറ്റു പ്ലാന്റുകളിൽ നിന്ന് ഉൽപാദനം വർദ്ധിപ്പിച്ച് കയറ്റുമതി തടസ്സപ്പെടാതിരിക്കാനുള്ള ബദൽ മാർഗങ്ങൾ ഖത്തർ പെട്രോളിയം ആലോചിക്കുന്നുണ്ട്. സാങ്കേതിക തകരാറോ സുരക്ഷാ വീഴ്ചയാണോ എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ പുലർത്തുന്ന പ്ലാന്റുകളിലൊന്നിലാണ് ഈ ദുരന്തം സംഭവിച്ചത് എന്നത് വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തുന്നു. സ്ഫോടനത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ഖത്തർ ഭരണകൂടം ഉന്നതതല അന്വേഷണത്തിൽ ഉത്തരവിട്ട് കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറാണോ, വാതക ചോർച്ചയാണോ, അതോ മനുഷ്യസഹജമായ സുരക്ഷാ വീഴ്ചയാണോ, അതോ ഇനി ശത്രുക്കളുടെ പണിയാണോ എന്ന് പോലും ഇതിലേക്ക് നയിച്ചത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഭാവിയിൽ ഇത്തരം ദുരിതങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ അന്വേഷണ റിപ്പോർട്ട് നിർണായകമാകും.
ഖത്തറിലെ പ്രകൃതിവാതക പ്ലാന്റിലുണ്ടായ സ്ഫോടനം കേവലം ഒരു പ്രാദേശിക അപകടമല്ല, മറിച്ച് ആഗോളതലത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ദുരന്തം തന്നെയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൈവശമുണ്ടെങ്കിൽ പോലും പ്രകൃതിവാതകം പോലെയുള്ള അതീവ അപകട സാധ്യതയുള്ള വ്യവസായികളിൽ നേരെയൊരു അശ്രദ്ധ പോലും വലിയ വിപത്തുകൾക്ക് കാരണമാകുമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. കാണാതായ 18 ജീവനക്കാരെയും സുരക്ഷിതമായി കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസ സമൂഹവും ലോകവും. ഈ പ്രതിസന്ധി ഘട്ടത്തെ ഖത്തർ ഭരണകൂടം എത്രയും വേഗം മറികടക്കുമെന്നും ഊർജ്ജ വിപണി സാധാരണ നിലയിലാക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം.